അൽ ഹുസൈനി. അദ്ദേഹം ഹിറ്റ്ലറെ പോയി കാണുന്നുണ്ട്. ഇപ്പികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് റൈസ് ആസ് വൺ ആൻഡ് ഫൈറ്റ് ഫോർ യുവർ സീക്രട്ട് റൈറ്റ്സ് ആണ്. അറബികൾ അവരുടെ പവിത്രമായ ഡ്യൂട്ടി, അവരുടെ അവകാശത്തിന് വേണ്ടി പോരുക. കിൽ ദ ജൂസ് വേറെവർ യു ഫൈൻഡ് ദം, ദിസ് പ്ലീസസ് ഗോഡ്, ഹിസ്റ്ററി ആൻഡ് റിലിജൻ, ദിസ് സെർവ്സ് യുവർ ഓണർ. ഇത് ദൈവത്തിനെ പോലും സന്തുഷ്ടി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ജൂതന്മാരെ എവിടെ വെച്ച് കൊല്ലുകയാണ്. 1940 ജൂതന്മാരെ എവിടെ കണ്ടാലും കൊല്ലാൻ ഹുസൈനി ഹിറ്റ്ലറെ ബോധ്യപ്പെടുത്തിയോ? ചാറ്റ്ജിപിടി പറഞ്ഞു. ഇല്ല. ജെറുസലേമിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഹാജ് അമീൻ അൽ ഹുസൈനി ഹിറ്റ്ലറെ ഹോളോകോസ്റ്റ് നടത്താനോ ജൂതന്മാരെ എവിടെ കണ്ടാലും കൊല്ലാനോ പ്രേരിപ്പിച്ചതായി തെളിവുകളൊന്നുമില്ല. വസ്തുതകൾ ഇതാ. ചരിത്രപരമായ കൂടിക്കാഴ്ച. 1941 നവംബർ 28 ബെർലിനിൽ വെച്ച് ഹുസൈനി ഒരിക്കൽ ഹിറ്റ്ലറെ കണ്ടു. ആ കൂടിക്കാഴ്ചയിൽ ഹുസൈനി അച്ചുതണ്ട് ശക്തികൾക്ക് പിന്തുണ പ്രകടിപ്പിക്കുകയും പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റത്തെ എതിർക്കുകയും ചെയ്തു. ചർച്ച ചെയ്തത് അറബ് സ്വാതന്ത്ര്യത്തിനും ജൂത കുടിയേറ്റം തടയുന്നതിനും വേണ്ടി ഹുസൈനി ഹിറ്റ്ലറുടെ പിന്തുണ തേടി. മിഡിൽ ഈസ്റ്റിൽ ജർമ്മനി ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിക്കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളിലെ ജൂതന്മാരെ അവിടെ സ്ഥിരതാമസമാക്കാൻ അനുവദിക്കില്ലെന്ന് ഹിറ്റ്ലർ വാഗ്ദാനം ചെയ്തു. ഹോളോകോസ്റ്റ് ടൈംലൈൻ. 1941 അവസാനത്തോടെ നാസികൾ കിഴക്കൻ യൂറോപ്പിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഐൻസാറ്റ്സ്ഗ്രൂപ്പൻ വെടിവയ്പ്പുകൾ, ഗെട്ടോകൾ, ആദ്യകാല ഉന്മൂലന ക്യാമ്പുകൾ. ഹുസൈനി ഹിറ്റ്ലറെ കാണുന്നതിന് മുമ്പുതന്നെ അന്തിമ പരിഹാരത്തിനുള്ള